അധ്യക്ഷൻ ഹംസ സാഹിബ് സൂചിപ്പിച്ചതുപോലെ CH അനുസ്മരണത്തിന് 3-ാം തവണയാണ് എങ്കിലും ഒരുപാട് തവണ ഞാൻ UAE വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായി UAE വരുന്നത് ബഹുമാന്യനായ പുത്തൂർ അന്ന് MSFൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു ആസ്ഥാനമുണ്ടാക്കണമെന്ന് ഉദ്ദേശത്തോടു കൂടിയാണ് ദുബായിൽ വരുന്നത്. അന്ന് ദുബായ് KMCCയുടെ പ്രസിഡന്റ് ആദരണീയനായ മർഹൂം അബ്ബാസ് ഹാജി സാഹിബായിരുന്നു. അന്ന് ഒരുപക്ഷെ അബ്ബാസ് ഹാജിയെ ദുബായിൽ വന്ന് അദ്ദേഹത്തെ കാണുന്ന ഒരു സമയവും സന്ദർഭവും അവശനായി ജീവിതത്തിൻ്റെ വസന്തങ്ങളും ജീവിതത്തിലെ പ്രയാസങ്ങളും മാറി മാറി അനുഭവിച്ചു തീർത്ത ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരുപാട് ഘട്ടങ്ങളെ കണ്ടിട്ടുണ്ട് ഞങ്ങളന്ന് ദുബായിൽ വന്നിറങ്ങുമ്പോൾ TV ഇബ്രാഹിമും അന്ന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വന്നത്. ദുബായിൽ വന്നിറങ്ങുമ്പോൾ ഒരുപക്ഷെ നേരത്തെ മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ പോലെ KMCC എന്ന് പറയാൻ ഭയപ്പെടുന്ന, ഒരുപക്ഷെ അങ്ങനെ പറയാൻ ജീവിത പ്രാരാബ്ധങ്ങളുടെയും ബുദ്ധിമുട്ടുകൾക്കുമിടയിൽ പറയാൻ ധൈര്യമില്ലാതിരുന്ന ഒരു കാലത്ത് അത് പറയുക മാത്രമല്ല, നാട്ടിൽ നിന്ന് വരുന്നവരെ നിർലോഭം സഹായിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന അബ്ബാസ് ഹാജി സാഹിബ് ഒരുപാട് വലിയ സാമ്പത്തിക പ്രയാസങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ ഇവിടെ വന്നുപെട്ടത്. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഇബ്രാഹിം അളേറ്റിൽ സാഹിബിനെയും മുറിച്ചാണ്ടിയെയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളെ ഞങ്ങളന്ന് പോയി കാണുന്നത്. പക്ഷെ അബ്ബാസ് ഹാജി നൽകിയ നേതൃത്വവും ജീവിതത്തിലെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അദ്ദേഹം അഭിമുഖീകരിച്ച വൈഷമ്യങ്ങളും ഇവിടുത്തെ പ്രവർത്തകന്മാർ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഒരുപാട് ജീവിതത്തിൽ സംഘടനാ രംഗത്ത് സജീവമായി നിൽക്കുമ്പോൾ അവസാനമായി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കല്യാണത്തിൽ പങ്കെടുത്ത് അദ്ദേഹവുമായി സംസാരിച്ച് നിൽക്കുമ്പോഴുമൊക്കെ മരണത്തിൻ്റെ അവസാന ഘട്ടം വരെ എനർജറ്റിക് ആയിട്ടുള്ള അതിമാരകമായ ഒരു രോഗം തൻ്റെ പിറകിൽ ഒരു നിഴല് പോലെ തന്നെ എടുക്കാൻ വരുന്നു എന്ന് ഉറപ്പുള്ളപ്പോഴും അബ്ബാസ് ഹാജി കാണിക്കുന്ന ഒരു വല്ലാത്ത ധൈര്യം ഞാൻ അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇതുപോലെ മനോഹരമായ ഒരു അന്തരീക്ഷം ദുബൈയുടെ മണ്ണിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൻ്റെ അനുചരന്മാർക്ക്, കൂട്ടുകാർക്ക് അതിൻ്റെ പിൻബലം കൊടുക്കാൻ കഴിയുന്ന ഒരു വേദി ഒരുക്കിയതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് ഒരാൾക്കും നിഷേധിക്കാൻ കഴിയുന്നതല്ല. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം സുഖപ്രദമാക്കി കൊടുക്കുമാറാവട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന മനുഷ്യരാകുന്ന മൗസൂമികളല്ല നമ്മൾ. സംഭവിച്ചു പോകുന്ന ഒരുപാട് തെറ്റുകൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ടാകാം. അതൊക്കെയും അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. KMCCയുടെ ഓരോ ചലനങ്ങളും ഓരോ പ്രവൃത്തിയിലും അബ്ബാസ് ഹാജിയെ പോലെ ഒരുപാട് ആളുകളുടെ ത്യാഗത്തിൻ്റെയും വിഷമതകളുടെയും സങ്കടങ്ങളുടെയും ഒക്കെ ജീവിതമുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കണം. അത് KMCCയുടെ മാത്രം പ്രശ്നമല്ല, ലീഗിൻ്റെയും ഒക്കെ പ്രശ്നമാണ്. കയ്യിൽ കിട്ടിയ അധികാരങ്ങളും തങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന സൗകര്യങ്ങളും ആസ്വദിച്ച് നീങ്ങുന്നതിനിടയിൽ നമുക്ക് വേണ്ടി ജീവിതം മുടിഞ്ഞു വെച്ച് മരിച്ചുപോയ പതിനായിരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം നമ്മളെവിടെയും. ഞാൻ മുസ്ലിം ലീഗിന്റെ ഒരു MLA ആണ്. ഒരുപക്ഷെ പാർട്ടിക്കകത്ത്
MLA എന്ന പദവി ലഭിക്കാൻ, അതെന്റെ മുകളിൽ വരാൻ പതിനായിരക്കണക്കിന് നിശബ്ദമായി മരിച്ചുപോയ പാർട്ടിയുടെ പ്രവർത്തകന്മാർ അനുഭവിച്ച ത്യാഗത്തിന്റെ 1000-1 പോലും അനുഭവിക്കാതെയാണ് ഒരുപക്ഷെ ഞാൻ പാർട്ടിയുടെ MLA ആയിട്ടുണ്ടാവുക, യൂത്ത് ലീഗിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും ഒക്കെ ആയിട്ടുണ്ടാവുക. നിശബ്ദമായ ഒരു സമൂഹമാണ്. ശബ്ദിക്കുകയും സംസാരിക്കുകയും വേഷഭൂഷാദികളോടുകൂടി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്നവരെക്കാൾ മുസ്ലിം ലീഗ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ കരുത്ത് എന്ന് തിരിച്ചറിയുകയാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. അത് തിരിച്ചറിയുമ്പോഴാണ് അവരുടെ മനസ്സിലെ പ്രാർത്ഥനകളും കർമ്മങ്ങളുമാണ്, അവരുടെ ത്യാഗങ്ങളും ജീവിതത്തിലെ ബലിയർപ്പിക്കലുമാണ് ഇന്ന് നിവർന്നു നിൽക്കുന്നവന്റെ നട്ടലിന്റെ ബലമെന്ന് നമ്മൾ ഓർമ്മിക്കണം. അബ്ബാസാജിയെ ഒരിക്കലൂടെ അദ്ദേഹത്തെ ഓർക്കാൻ ഞാൻ ഈ സമയത്തെ ഉപയോഗിക്കുകയാണ്. നേരത്തെ അൻവർ നഹ സാഹിബ് ഇവിടെ സംസാരിക്കുമ്പോൾ CH മുഹമ്മദ് കോയ സാഹിബിനെ CH പറയുന്നിടത്ത് CH നിർവഹിച്ച ഒരു രാഷ്ട്രീയ ദൗത്യത്തെ കാലത്തെയും മാറിവരുന്ന വ്യക്തിത്വങ്ങളും CH അടക്കമുള്ളവർ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ദൗത്യത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അതാണ് പ്രധാനമെന്ന് പറയുന്നത്. ഓരോ കാലങ്ങൾക്കിടയിലും കടന്നുവരുന്ന അത്ഭുതകരമായ പ്രതിഭാസങ്ങളുണ്ട്, വ്യത്യസ്തമായ രീതികളുണ്ട്. നേരത്തെ CH എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യൻ സാജിദ് ഇവിടെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ നിന്ന്, CHന്റെ നാട്ടിൽ നിന്ന്, CHന്റെ കേരളത്തിൽ നിന്ന്, CHന്റെ പ്രസ്ഥാനത്തിൽ നിന്ന്, CHന്റെ പ്രസംഗം ഞാൻ കേട്ടിരുന്നു, CHനെ ഞാൻ തൊട്ടിരുന്നു എന്നൊക്കെ പറയാൻ മാത്രം നമ്മളുടെ ജീവിതത്തിൽ ഓർമ്മകളിൽ നിന്ന് മരിച്ചുപോയിട്ടും CH ഒരു ആവേശമാകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ CHനെ കണ്ടിട്ടുള്ളൂ. എൻ്റെ ഗ്രാമപ്രദേശത്തിൽ അവശനായ CH, അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് കയറ്റാൻ 2 പേര് വേണം, വേദിയോട് ചേർത്ത് പ്രസംഗപീഠത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താൻ ആള് വേണം. ലീഗാണ് CH മുഹമ്മദ് കോയ സാഹിബ്, ലീഗിന്റെ പൂർത്തീകരണമാണ്. എന്തായിരുന്നു ലീഗ് എന്നതിന്റെ ഉത്തരമാണ് CH മുഹമ്മദ് കോയ സാഹിബ്. 1948 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, റഷീദ് ഇവിടെ പറഞ്ഞു, ഞാൻ റഷീദോട് പറഞ്ഞു, നീ കുറെ സംസാരിക്കണം. കേരളത്തിലെ പുതുതായി വരുന്ന തലമുറയിലെ ശ്രദ്ധേയനായ പ്രസംഗകനാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റഷീദ് പറഞ്ഞു ഇവിടെ 48 മുസ്ലിം ലീഗ് ഉണ്ടാകുമ്പോൾ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സമീപനങ്ങളും രീതികളും വ്യത്യസ്തമായി, രാഷ്ട്രീയത്തിന്റെ രീതികൾക്കും വ്യത്യസ്തമായ മാനം നൽകിയത് ലീഗാണ്. എന്താണ് രാഷ്ട്രീയം? അത് കോൺഗ്രസ് ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ, മാറി മാറി വരുന്ന വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളാവട്ടെ, എന്താണ് രാഷ്ട്രീയം? അന്നും ഇന്നും അതിന് വ്യത്യസ്തമായ രീതികൾ ചമച്ചത് ലീഗാണ്. കേവലം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങൾക്കും സർക്കാരിനും ഇടയിലുള്ള ഒരു ബ്രോക്കറുടെ പണിയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ബ്രോക്കറുടെ പണിയാണ്. ഗവൺമെന്റ് നൽകുന്ന ആനുകൂല്യങ്ങൾ ആളുകളുടെ കൈകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു ബ്രോക്കർ. പഞ്ചായത്തിലെ ആനുകൂല്യങ്ങൾ പഞ്ചായത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കുക, നിയമസഭയിലെ ആനുകൂല്യങ്ങൾ നിയമസഭയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുക, പാർലമെന്റിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കൊടുക്കുക. ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനം? എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം ലീഗിന്റെ ഒരു MLA കാണാൻ വരുന്നതിന്റെ, ഒരു മന്ത്രിയെ തിരഞ്ഞു വരുന്നതിന്റെ ഇരട്ടി ആളുകൾ ആ പ്രദേശത്തിലെ മുസ്ലിം ലീഗ് നേതാവിന്റെ വീട്ടിലേക്ക്, പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലേക്ക് പ്രവഹിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഇവിടെയാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ രീതി, കാരുണ്യത്തിന്റെയും പാരസ്പര്യ സ്നേഹത്തിന്റെയും വിശ്വാസധാരയെ ശാക്തീകരിപ്പിച്ച ഒരു വ്യത്യസ്തമായ രീതി ലീഗ് ഉണ്ടാക്കുന്നത്. സങ്കടപ്പെടുന്നവന്റെ അത്താണിയാണ് മുസ്ലിം ലീഗ്. വോട്ട് ചെയ്യാൻ നിങ്ങളെ ഉപയോഗിക്കുന്ന ഒരു കേവല യാന്ത്രികതയുടെ പ്രശ്നമല്ല മുസ്ലിം ലീഗ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതിനപ്പുറം ഒരു വലിയ രീതിയുണ്ട്. സങ്കടപ്പെടുന്നവന്റെ, മുസ്ലിം ലീഗിന്റെ പാർട്ടി ഓഫീസുകൾ ഒരു പ്രതീക്ഷയറ്റവന്റെ അത്താണിയാണ്. പഞ്ചായത്ത് ഓഫീസിൽ ചെന്നു, അവൻ ഒരു വാർദ്ധക്യ പെൻഷനെങ്കിലും കിട്ടണമെന്ന് കരുതി. അവര് പറഞ്ഞു, നിങ്ങൾക്ക് 20 വയസ്സുള്ള മകനുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് പണം തരില്ല, തരാനാവില്ല. ഒരുപക്ഷെ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഷർറ് ആ 20 വയസ്സുള്ള മകനായിരിക്കാം. പക്ഷേ അവനുള്ളത് കൊണ്ട് വാർദ്ധക്യകാല പെൻഷൻ കിട്ടില്ല, വിധവാ പെൻഷൻ വാങ്ങണം. പഞ്ചായത്ത് ഓഫീസിൽ ചെന്നു,
അവര് പറഞ്ഞു 18 വയസ്സുള്ള മകനുണ്ട്, കിട്ടില്ല. ആ മകന് ചെറുപ്പമായപ്പോ ഈ സ്ത്രീക്കൊന്നും വേണ്ടിയിരുന്നില്ല. ഇവൻ മൂത്തപ്പോഴാണ് കുഴപ്പങ്ങൾ തുടങ്ങിയത്. പക്ഷേ മകനാണ്, കിട്ടില്ല. സർക്കാരിന്റെ ആനുകൂല്യങ്ങളിൽ ഒരുപടി നിയമങ്ങളുടെ പേരിൽ നിങ്ങളുടെ മുമ്പിൽ വാതിലുകൾ കൊട്ടിയടക്കുമ്പോ അവൻ പാഞ്ഞു വരുന്നത് ലീഗ് ഓഫീസിലേക്കാണ്. അതൊരു കോൺക്രീറ്റ് കെട്ടിടമല്ല. അങ്ങനെ ആക്കുന്നവൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് അപരിചിതനാണ്. ലീഗിനെ തെറ്റായ വഴിക്ക് ചിത്രീകരിക്കുന്നവനാണ്. മുസ്ലിം ലീഗിന്റെ പാർട്ടി ഓഫീസുകൾ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രമല്ല, ആശയറ്റ് പോകുന്നവന്റെ പ്രതീക്ഷയാണ്, അവന്റെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ്. അങ്ങനെയാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയം. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഖൈദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഒരുപക്ഷെ പാണ്ഡിത്യത്തിന്റെയും രാഷ്ട്രീയമായ ഖരിമയുടെയും ഒരു കൂട്ടായ്മയായിരുന്നു. ഖൈദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന് 2 മുഖമുണ്ടായിരുന്നു. അബുൽ അല മൗദൂദി സാഹിബിനെ പോലെ, അബുൽ കലാം ആസാദിനെ പോലെയുള്ള പണ്ഡിത ശിരോമണികളോട് മതപരമായ സംവാദം നടത്തുന്ന അഗാധമായ ഖുർആനിലെ പാണ്ഡിത്യം. മറ്റൊന്ന്, ഇന്ത്യയുടെ പാർലമെന്റ് കണ്ട മികച്ച പാർലമെന്റേറിയൻ. UNA-യിൽ പോയി അഹമ്മദ് സാഹിബ് പ്രസംഗിക്കുമ്പോ ഇന്ത്യയുടെ പാർലമെന്റിലെ ഖൈദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ പ്രസംഗമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു UNA-യിൽ കോട്ട് ചെയ്യുന്നത്. വ്യത്യസ്തമായിരുന്നു അത്, കാലഘട്ടത്തിന്റെ വ്യത്യാസം. എന്റെ പാർലമെന്റിൽ മുഹമ്മദ് ഇസ്മായിൽ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിച്ചു പറഞ്ഞത് എന്ന് പറഞ്ഞ് ഇസ്മായിൽ സാഹിബിന്റെ പ്രസംഗം UNA-യിൽ കൊണ്ടുപോയി പറയേണ്ടി വരുന്നത് ഇന്ത്യയുടെ പ്രതിനിധികൾക്കാണ്. രാഷ്ട്രീയ നയതന്ത്രജ്ഞത്തിന്റെ അപാരമായ ശക്തിയായിരുന്നു ഖൈദമില്ലത്ത്. ഇസ്ലാമിക ദർശനത്തിന്റെയും ഖുർആനിലെ അഗാധമായ പാണ്ഡിത്യത്തിന്റെയും പണ്ഡിത രൂപമായിരുന്നു ഇസ്മായിൽ സാഹിബ്. ഇസ്മായിൽ സാഹിബിന് ശേഷം മുസ്ലിം ലീഗിനെ നിങ്ങളൊന്ന് പഠിക്കുക. 2 തരത്തിലാണ് ആ മുസ്ലിം ലീഗിന്റെ ധാരയെ ഇസ്മായിൽ സാഹിബ് കൊണ്ടുപോകുന്നത്. ഒന്ന്, ലീഗിന്റെ നേതൃത്വത്തിൽ ബാഫക്കി തങ്ങൾ ഉണ്ടാവുക, KM മൗലവി സാഹിബ് ഉണ്ടാവുക, അബ്ദുസലാം മൗലവി ഉണ്ടാവുക. മുസ്ലിം ലീഗിന്റെ മീറ്റിംഗുകൾ നടക്കുമ്പോ അവിടെ ഈ സമുദായത്തെ, അതിന്റെ വിശ്വാസപരമായ ധാരകളെ ഒരു കമ്മിറ്റിക്കകത്ത് പോലും ചേർത്ത് നിർത്തുന്ന ഒരു പണ്ഡിതന്മാരുടെ നിര. മറുഭാഗത്ത് KM സീതി സാഹിബ്, പോക്കർ സാഹിബ്, CH മുഹമ്മദ് കോയ സാഹിബ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന്റെ, ഈ രാജ്യത്തെ ഭൗതികമായ രാഷ്ട്രീയ ഒരു സമുദായം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ കഴിയുന്ന, അതിൽ പാണ്ഡിത്യമുള്ള, പ്രാഗൽഭ്യമുള്ള ഒരു നിര. ഒരുപക്ഷെ അഭിശപ്തമായ മുസ്ലിം ലീഗിലെ പിളർപ്പാണ്. ഒരുപക്ഷെ KM മൗലവി സാഹിബ് മരിച്ചു പോകുമ്പോ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്നത് അബ്ദുസലാം മൗലവിയെയാണ്. ഈ പാണ്ഡിത്യം ഇസ്ലാമിക സമൂഹത്തിലെ പണ്ഡിതന്മാരുടെ ഒരു ചേർന്നു നടന്ന ഒരു കാലം. മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്ന് പതുക്കെ മാറി മാറി പോകുന്ന ഒരു പ്രയാസം ഉണ്ടാകുന്നത് അനാരോഗ്യകരമായ തർക്കങ്ങൾ സമുദായത്തിനകത്ത് വരുന്ന കാലമാണ്. പരിഹരിക്കപ്പെടേണ്ടുന്ന പ്രശ്നമാണ്, വലിയ ആലോചനകൾ ഉണ്ടാകേണ്ടുന്ന പ്രശ്നമാണ്. ഈ കൂട്ടായ്മയെ ഒരുമിപ്പിച്ച് നിന്ന് കൊണ്ടുപോയ ഒരു രീതി ഉണ്ടായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്. 2 തരത്തിൽ ഖൈദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, CH മുഹമ്മദ് കോയ സാഹിബിനെ നമ്മൾ ആലോചിക്കുമ്പോൾ ആരായിരുന്നു CH എന്ന ചോദ്യത്തിന്റെ ഉത്തരം സീതി സാഹിബാണ്. സീതി സാഹിബിന്റെ ചിന്തകളും, സീതി സാഹിബിന്റെ സ്വപ്നങ്ങളും, സീതി സാഹിബിന്റെ വിചാരങ്ങളും, സീതി സാഹിബിന്റെ വികാരങ്ങളും എങ്ങനെയാണ് പ്രയോഗവൽക്കരിച്ചത് എന്നതിന്റെ സാക്ഷ്യമാണ് CH മുഹമ്മദ് കോയ സാഹിബ്. മുസ്ലിം ലീഗ് എന്ന ധാരയുടെ അതിമനോഹരമായ പ്രയോഗവൽക്കരണമാണ് CH. സീതി സാഹിബിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചത് CH ആണ്. സീതി സാഹിബിന്റെ പ്രതീക്ഷകൾ പൂവണിയിച്ചത് CH ആണ്. സീതി സാഹിബിന്റെ വാക്കുകൾ പോലും ഉണ്ടായിരുന്നു CHന്റെ ഓരോ ചലനങ്ങളിലും. CH ആകാശത്ത് നിന്ന് പൊട്ടിവീടുന്ന ഒരു നക്ഷത്രമല്ല. നമ്മൾ അറിയണം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനം ഉരുക്കി കാച്ചിയെടുത്ത ഒരു പൊന്നാണത്. ആ പ്രായോഗികതയാണ് ഒരുപക്ഷെ സീതി സാഹിബ് സ്വപ്നം കണ്ട രാഷ്ട്രീയത്തിലെ അതിമനോഹരമായ സീതി സാഹിബിന്റെ സ്വപ്നങ്ങളെ സീതി സാഹിബിന്റെ അരുമ ശിഷ്യനായ CH പ്രയോഗവൽക്കരിച്ചു. രാഷ്ട്രീയത്തിൽ എപ്പോഴും ഓർക്കേണ്ടുന്ന ഈ ഒരു ധാരയെ ഉപയോഗിക്കാൻ ഒരു കാര്യം എന്തായിരുന്നു, ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, എന്തായിരുന്നു പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റഷീദ് അവസാനം പറഞ്ഞു വെച്ചു പോയ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തായിരുന്നു CH?
ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടേ രണ്ട് വാചകങ്ങൾ. നിങ്ങൾ CH മുഹമ്മദ് കോയ സാഹിബിന്റെ രണ്ടേ രണ്ട് വാചകങ്ങൾ വെള്ളാപ്പള്ളിയുടെ, വിശകല ടീച്ചറുടെ പുതിയ കാലത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന രണ്ടേ രണ്ട് വാചകമുണ്ട്. ലീഗുകാരൻ പാലിക്കേണ്ട സൂക്ഷ്മതകൾ പാലിച്ചുകൊണ്ട് മാത്രമാണ്, കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് സൂക്ഷിക്കേണ്ട സൂക്ഷ്മതകൾ മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ വർഗീയ ധ്രുവീകരണത്തെ എതിർക്കാൻ പോകാൻ അവൻ അർഹതയുള്ളൂ എന്നത് അവൻ ആലോചിക്കണം. CH മുഹമ്മദ് കോയ സാഹിബ് എന്ന സമുദായത്തിന് നേട്ടങ്ങളുടെ കൊട്ടാരം ഉണ്ടാക്കി കൊടുത്തപ്പെടും. അവർക്ക് പള്ളി ഉണ്ടാക്കാനുള്ള നിയമസഭയിലെ ആദ്യത്തെ സംസാരം നിയമം കൊണ്ടുവരുമ്പോഴും അവരുടെ ഉള്ളംകൈയിൽ മുഖ്യമന്ത്രി പദം കൊണ്ടുപോയി വെക്കുമ്പോഴും രാജ്യം CHനെ വിളിച്ചത് ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം കോയ എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരാൾ നമ്മളോട് മോശമായി പെരുമാറുന്നത് അതേ മോശമായി പ്രതികരിച്ചുകൊണ്ടല്ല ഒരു യഥാർത്ഥ ഉമ്മത്ത് അതിനോട് പ്രതികരിക്കേണ്ടത്. CHന്റെ രണ്ട് വാചകങ്ങൾ നിങ്ങളൊന്ന് ഓർക്കുക. ഒന്ന്, CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞൊരു കാര്യമുണ്ട്, തലമുടി നാരിട. നേരത്തെ റഷീദ് പറഞ്ഞു. ഈ പ്രയോഗം എന്താണ്? 921 അതിവൈകാരികത വെച്ചു പുലർത്തുന്നവനാണ് മാപ്പിള. അവന്റെ അതിവൈകാരികതയെ നിഷേധിക്കാനാവൂല. ലീഗ് പറഞ്ഞിട്ട് കാര്യമില്ല. മാപ്പിള എന്നത് ഒരു വൈകാരികതയാണ്, വിപ്ലവകരമാണ്, പൊട്ടിത്തെറിച്ച ഒരു വൈകാരികതയാണ്. ആ വൈകാരികതയെ ലീഗ് നിഷേധിച്ചിട്ടില്ല. ആ മാപ്പിളയോട് CH പറയണം, നിന്റെ അവകാശം തലമുടി നാരിട നീ വിട്ടുകൊടുക്കരുത്. മാപ്പിളക്ക് സന്തോഷമായി, സമുദായത്തിന് ആവേശമായി. എന്റെ വികാരം, ഞാൻ എന്റെ അവകാശം വിട്ടുകൊടുക്കില്ല. ആ വാചകം പറഞ്ഞു തീരുന്നതിന് മുമ്പ് CH അവന്റെ സമര പോരാട്ടങ്ങളുടെ അതിരുകൂടെ പറഞ്ഞു. അതെന്താണ്? നിന്റെ അവകാശം തലമുടി നാരിട നീ വിട്ടുകൊടുക്കരുത്, ഒപ്പം മറ്റുള്ളവന്റെ തലമുടി നാരിട അവകാശം നീ കവർന്നെടുക്കരുത്. ഒരു ജനാധിപത്യ രാജ്യത്ത് എങ്ങനെയാവണം നിന്റെ പോരാട്ടം എന്ന ഒരൊറ്റ വരി കൊണ്ട് CH ഒരു സമുദായത്തെ പഠിപ്പിച്ചു. പൊതുസമൂഹത്തോട് CH ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ അഴീക്കോട് ഞാൻ മത്സരിക്കാൻ ചൊല്ലുമ്പോഴാണ് എന്റെ മണ്ഡലത്തോട് ചേർന്ന് നിൽക്കുന്ന പാമ്പുരുത്തിയുള്ളത്. പാമ്പുരുത്തിയിൽ പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോഴൊക്കെ ഞാൻ ഓർക്കുന്ന ഒരു തമാശയുണ്ട്. പലപ്പോഴും ഞാൻ പറയാറുണ്ടത്, പക്ഷെ CHന്റെ വാചകങ്ങൾ എത്ര പറഞ്ഞാലും നമുക്ക് തീരില്ല. അത് CHനോട് പാമ്പുരുത്തിക്കാർ, അതൊരു ഐലൻഡാണ്, ഒരു തുരുത്താണ്. പാമ്പുരുത്തിക്കാരെല്ലാരും കൂടെ CHന്റെ അടുത്ത് പോകുന്ന ഒരു എല്ലാവരും പറഞ്ഞു കേട്ട ഒരു കാര്യമുണ്ട്. CHനോട് പോയിട്ട് പറയുന്നുണ്ട്, CH ഞങ്ങൾക്കൊരു പാലം വേണം, ആക്ഷൻ കമ്മിറ്റിയാണ്. CH പറഞ്ഞു ഫണ്ടില്ല. അവർ പിന്നെയും പറഞ്ഞു എങ്ങനെങ്കിലും CH പറഞ്ഞു ഫണ്ട് വേണ്ടേ. അവസാനം ഇവർ നിരാശരായി പോകുമ്പോ പുറത്തേക്ക് ആക്ഷൻ കമ്മിറ്റിക്കാരൻ ഇറങ്ങിപ്പോയപ്പോ അതിൽ നിന്ന് രണ്ടുപേര് വീണ്ടും ഡോർ തുറന്ന് CHന് അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, CH എങ്ങനെങ്കിലും പാലുണ്ടാക്കിയേ പറ്റുള്ളൂ. CH പറഞ്ഞു ഫണ്ടില്ല എന്ന് പറഞ്ഞു. അതല്ല CH, അവിടെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. ആ കുട്ടികൾക്ക് മദ്രസയിലും സ്കൂളിലൊന്നും പോകാൻ പറ്റണില്ല എന്ന്. മുസ്ലിങ്ങൾക്ക് ഭയങ്കര ഉപകാരമുള്ള പാലാണ്. CH പറഞ്ഞു മുസ്ലിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു പാലത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പേര് സിറാത്ത് പാൽ എന്നാണ്. പാമ്പുരുത്തി പാലാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ചോദിക്കണത്, രഹസ്യമായി CHന്റെ മുമ്പിൽ വന്ന രണ്ട് മുസ്ലിങ്ങളോട് എത്ര മനോഹരമായിട്ടാണ് CH എന്താണ് നീ പ്രതിനിധീകരിക്കേണ്ടത് എന്ന് പറഞ്ഞത്. അങ്ങനെ പറയാൻ കഴിയുക, അതാണ് CH. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ CH പറയുകയാണ്, നിന്റെ തലമുടി നാരിയുടെ അവകാശം നീ വിട്ടുകൊടുക്കരുത്, മറ്റുള്ളവന്റെ തലമുടി നാരിയുടെ അവകാശം നീ കയ്യിൽ വെക്കരുത്. ന്യൂനപക്ഷങ്ങൾ പലതും നേടിയെടുത്തെന്ന് പറയുന്ന വെള്ളാപ്പള്ളിയോട് ആൺകുട്ടിയെ പോലെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, വെള്ളാപ്പള്ളി മറ്റൊരു സമുദായത്തിന്റെ തലമുടി നാരിട ഈ സമുദായത്തിന്റെ മേൽ പറ്റിയിട്ടുണ്ടെങ്കിൽ ആദ്യം അത് പറിച്ചു പുറത്തേക്ക് വലിച്ചെറിയുക ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന CHന്റെ കുട്ടികളായിരിക്കും. അത് തെളിയിക്കണം, അത് തെളിയിക്കണം. ഈ സമുദായം എന്താ അനാവശ്യമായിട്ട് കേരളത്തിൽ വാങ്ങിയത്? എന്താ അവന്റെ കയ്യിലുള്ള അവകാശം കിട്ടിയിട്ടുണ്ടോ? കണക്കുകൾ വരും. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ജാഥ വരണില്ലേ? കണക്കുകൾ പറയും. വെള്ളാപ്പള്ളിയെ പോലെ വിഷം വമിപ്പിച്ചിട്ടല്ല, കേരളത്തിന്റെ മുമ്പിൽ നഗ്നമായ യാഥാർത്ഥ്യങ്ങൾ വെട്ടി തുറന്നിട്ടായിരിക്കും ആ ജാഥ കേരളത്തിന്റെ വിരിമാറിലൂടെ കടന്നു പോവുക. ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കേണ്ടി വരും. അത് പറയുക കണക്കുകൾ കൊണ്ടാണ്. CH മുഹമ്മദ് കോയ സാഹിബിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ ഈ രണ്ടു കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. എത്ര മനോഹരമായിട്ടാണ്, എത്ര ഗംഭീരമായിട്ടാണ് ഒരു സമുദായത്തെ കൺസ്ട്രക്റ്റീവായി മാറ്റുക.
അവനിലെ മതബോധത്തെ, അവനിലെ രാജ്യസ്നേഹത്തെ, അവനിലെ പ്രതിബദ്ധതയെ, അവനിലെ സാമുദായിക ബോധത്തെ, അവനിലെ ഉത്തരവാദിത്തത്തെ ഇങ്ങനെ ഉദ്ദീപിപ്പിച്ച ഒരു നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്ഭുതമാണ്. CH എന്താ ചെയ്തത്? നിങ്ങൾ ഓർത്തു നോക്ക്. മാപ്പിളയുടെ അരയിലുള്ള കത്തി എവിടെ പോയി? മലബാറിലെ മാപ്പിളയുടെ അരയിൽ ഒരു കത്തി ഉണ്ടായിരുന്നില്ലേ? ലീഗിന്റെ പൊതുയോഗങ്ങൾക്ക് വേണ്ടി പ്രസംഗങ്ങൾക്കാണ് വരുന്ന മാപ്പിള അവന്റെ കയ്യിൽ കത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? അരപ്പട്ട കെട്ടി അകത്തൊരു കത്തി. എപ്പോഴാണ് ആ കത്തി അവൻ മാറ്റിവെച്ചത്? ആ കത്തി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പതുക്കെ CH പ്രസംഗിച്ചു അവനെ ഇങ്ങനെ ആവേശത്തിന്റെ കൊടുമ്പിരി കൊണ്ട് അവനെ ഇങ്ങനെ നിർത്തിയിട്ട് CH പതുക്കെ പോയി തന്ത്രത്തോടുകൂടി അവന്റെ അരപ്പട്ടയിൽ നിന്ന് ആ കത്തി എടുത്തു. എന്നിട്ടോ കൊണ്ടുപോയിട്ട് ഒരു കൊല്ലന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സ്ക്രൂ ഡ്രൈവർ ആക്ക്, സ്പാൻഡർ ആക്ക്. കത്തിയല്ല വേണ്ടത്. ഒരു രാജ്യമുണ്ടാക്കാൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് CH മുഹമ്മദ് കോയ സാഹിബിന് ശേഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവായി വന്നപ്പോ CH എടുത്ത വിദ്യാഭ്യാസ വകുപ്പ്. എന്നാൽ ആ സമുദായത്തിന് പുതിയ കാലം വരുമ്പോ വേണ്ടത് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. അവനെ വളർത്തിക്കൊണ്ടുവന്നു, അവന് സ്കൂൾ കൊടുത്തു, അവന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നു. ആ കമ്മ്യൂണിറ്റി വ്യാവസായിക വിപ്ലവത്തിലേക്ക് അവരെ കൊണ്ടുവന്നു, യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവന്നു. ഒരുപാട് കാര്യം വിശദീകരിക്കണില്ല. നിങ്ങൾ ഓർക്കേണ്ടത്, CH മാപ്പിളയുടെ കയ്യിൽ നിന്ന് വാങ്ങി കൊല്ലന്റെ ആലയിൽ കൊണ്ടുപോയി ഉരുക്കി ഉണ്ടാക്കിയ കത്തിയും സ്ക്രൂ ഡ്രൈവറും. നമ്മുടെ നാട്ടിലെ ചില പോയത്തക്കാര് പിന്നെയും കൊല്ലന്റെ കൈ കൊടുക്കുകയാണ്. എന്തിന്? പഴയ കത്തി ഉണ്ടാക്കി തരാൻ. തിരിച്ചു കൊണ്ടുപോകാണ്. ഒരു ചോദ്യ പേപ്പറിലെ ഉത്തരം തിരുത്താൻ ഒരു അധ്യാപകന്റെ കൈവെട്ടിയെടുത്ത പോയത്തക്കാരാണ് ചിലരെ നയിക്കുന്നതെങ്കിൽ ആ ചോദ്യ പേപ്പർ അല്ല, അതുണ്ടാക്കിയ അധ്യാപകനല്ല, അവന് ശമ്പളം കൊടുക്കുന്ന ഗവൺമെന്റ് അല്ല, അത് നിയന്ത്രിക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഉള്ളം കയ്യിൽ വെക്കാൻ ഒരു ചോരപ്പുഴയും ഒടുക്കാതെയാണ്, ഒരു തുള്ളി ചോര ചിന്താതെയാണ് ആ വിപ്ലവം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത് എന്നതാണ് വ്യത്യാസം. മറ്റുള്ളവരെ നയിക്കുന്നത് വിഡ്ഢികളാണെങ്കിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ നയിക്കുന്നത് അങ്ങനെയല്ല. കത്തിക്കു പകരം പെണ്ണ് കൊടുത്ത്, കത്തിക്കു പകരം കമ്പ്യൂട്ടർ കൊടുത്ത്, കത്തിക്കു പകരം അവന്റെ കയ്യിൽ IT വെച്ച് കൊടുത്ത്, കത്തിക്കു പകരം അവന്റെ തലയിൽ ബുദ്ധി നിറച്ചു വെച്ച് കൊടുത്ത് ഒരു തലമുറയെ പാകപ്പെടുത്തിയെടുത്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അവിടെയാണ് ലീഗ് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ശക്തി. CH മുഹമ്മദ് കോയ സാഹിബിനെ ഓർക്കുകയാണ് നമ്മൾ 2015 അവസാനത്തിൽ. ഇനി അടുത്ത വർഷമാണ്. CH ഓർക്കുമ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. ധ്രുവീകരണങ്ങൾക്ക് ഒരു മലയാളിയുടെ ഒരു കാര്യം, നിങ്ങൾ ഇന്നുവരെ കേരളത്തില് ഈ ബഹുസ്വരതയുടെ ഒരു യാത്രയുണ്ട്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, നമ്മളൊക്കെ ഒരുമിച്ച ഒരു യാത്ര. ആ യാത്രയുടെ കൂടെ നിന്നു കൊടുത്താൽ മതിയായിരുന്നു നിങ്ങളും ഞാനും ഒക്കെ, ഗൾഫിലായാലും നാട്ടിലായാലും. പക്ഷെ നിങ്ങൾ അറിയേണ്ടത്, 2016 നമ്മൾ പോകുമ്പോ ആ ബഹുസ്വരതയുടെ ലീഡർഷിപ്പ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. ഇനി നിന്നാ പോരാ, ഇനി അങ്ങനെ നിശബ്ദമായി ഇരുന്നാൽ പോരാ. നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സ്നേഹവും സൗഹൃദവും തിരിച്ചു പിടിക്കാനുള്ള ഒരു കൂട്ടായ്മക്കാണ് നിങ്ങൾ നേതൃത്വം കൊടുക്കേണ്ടി വരിക. അവിടെയാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊക്കെ ശ്രദ്ധിക്കാറില്ലേ, ഉത്തരേന്ത്യയിൽ BJP പിടിച്ചെടുത്തിരുന്നു, മഹാരാഷ്ട്ര BJP കൊണ്ടുപോയി, ബീഹാർ ശിവസേന കൊണ്ടുപോയി. എന്നാൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കും, നോർത്ത് ഇന്ത്യയിൽ വരുന്ന ഒരു രാഷ്ട്രീയ ധ്രുവീകരണവും ഒരു വർഗീയതയും വെറും തരംഗം മാത്രമാണ്. ഒരു കാറ്റ് കൊണ്ട് മാറ്റാം. നരേന്ദ്രമോദി കൊണ്ടുവരുന്ന വർഗീയത ലാലു പ്രസാദ് യാദവിന് മാറ്റാം, മറ്റൊരു തരംഗം കൊണ്ട്. മുലായം സിംഗ് യാദവിന് മാറ്റാം, കോൺഗ്രസിന് മാറ്റാം. ഒരു തരംഗമാണ് ഉത്തരേന്ത്യയിലെ വർഗീയത. എന്നാൽ പ്രിയമുള്ള KMCC-ക്കാരോട് ഞാൻ പറയട്ടെ, കേരളത്തിൽ വരുന്നത് ഒരു തരംഗം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുന്ന വർഗീയതയല്ല. വിദ്യാഭ്യാസമുള്ളവന്റെ വർഗീയത അപകടകരമാണ്. ഒരു കാറ്റുകൊണ്ട് മാറുന്നതല്ല കേരളത്തിലെ വർഗീയത എന്നത്. അപകടകരമായ സൂക്ഷ്മത ആവശ്യമുള്ള ഒന്നാണ്. SNDP എന്ന ജാഥ നയിക്കട്ടെ, വെള്ളാപ്പള്ളി നയിക്കട്ടെ, വെള്ളാപ്പള്ളി ജാഥ നടത്തിക്കൊണ്ടുപോയിക്കോട്ടെ. പക്ഷേ ഒരു സങ്കടമുണ്ട്, ആ ജാഥയുടെ ബാനറിൽ
മലയാളി, ഇന്ത്യ നെഞ്ചേറ്റി പിടിച്ച ഒരു ശാസ്ത്രജ്ഞൻ മാധവൻ. ആ മാധവന്റെ ഫോട്ടോ കാണുമ്പോഴുള്ള സങ്കടം, ആ സങ്കടം മറച്ചു വെക്കാനാവില്ല. ഇത് അപകടമാണ്. ഒരു മതം നോക്കാതെ, ജാതി നോക്കാതെ, വർഗവർണ്ണങ്ങൾ നോക്കാതെ മലയാളി നെഞ്ചേറ്റി പിടിച്ച മാധവൻ, ആ മാധവൻ വെള്ളാപ്പള്ളിയുടെ വിഷപ്രസംഗം നടത്തുമ്പോ അതിന്റെ പിറകിലെ ബാനറിൽ നിൽക്കുന്നു എന്നത് അങ്ങനെ നിസ്സാരമായി നിങ്ങൾ കണ്ടുകൂടാ. ഇത് അപകടകരമാണ്. കേരളത്തിൽ വരുന്ന ധ്രുവീകരണങ്ങളെ നിസ്സാരമായി നിങ്ങൾ കണ്ടുകൂടാ. വ്യാപകമായ തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുക. തെറ്റിദ്ധാരണ എന്താ ഉണ്ടാക്കുക? തെറ്റിദ്ധാരണ നിങ്ങളിൽ വെറുപ്പുണ്ടാക്കും. അതാണ് പ്രശ്നം. തെറ്റിദ്ധാരണ, ഹേറ്റ് ക്യാമ്പയിൻ നിസ്സാരമാക്കി നമ്മൾ തള്ളിക്കളയും. നിങ്ങളിപ്പോ അൻവർ നഹാ സാഹിബ് അല്ലെങ്കിൽ എളേറ്റിൽ, അതല്ലെങ്കിൽ ഇബ്രാഹിം സാഹിബ്, ഇവർക്കെതിരെ നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ, ആദ്യം അത് നിസ്സാരം, പിന്നെ അത് വിശ്വാസം, പിന്നെ അത് വെറുപ്പ്. വെറുപ്പ് എന്താ ഉണ്ടാക്കുക? തെറ്റിദ്ധാരണകൾ വെറുപ്പുണ്ടാക്കും. വെറുപ്പ് വയലൻസ് ഉണ്ടാക്കും. വയലൻസ് പോളറൈസേഷൻ ഉണ്ടാക്കും. കേരളത്തിൽ നടക്കുന്നത് അതിരൂക്ഷമായ ഒരു വർഗീയ ധ്രുവീകരണത്തിന്റെ സാധ്യതയാണ്. ഈ സാധ്യതയെ തിരിച്ചറിയാതെ പോയിക്കൂടാ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വിഷക്കല ടീച്ചർ പ്രസംഗിച്ചെന്ന് പോവാണ്, അതല്ലെങ്കിൽ ഈ വെള്ളാപ്പള്ളി അങ്ങ് പ്രസംഗിച്ചു പോവാണ്, അത് നിസ്സാരമാണെന്ന്? എന്നാൽ അതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് തിരുത്താൻ ആസൂത്രിതവും ബുദ്ധിപരവുമായ സമീപനങ്ങൾ ഉണ്ടാവണം. ഹജ്ജ് സബ്സിഡിയെ കുറിച്ച് പറഞ്ഞു. ഹജ്ജ് സബ്സിഡി എന്നത് ഇപ്പോൾ നിർത്തലാക്കിയെങ്കിലും കൊടുത്തപ്പോ അത് ഹജ്ജിന് മാത്രമല്ല, ഞാൻ വിശദീകരിക്കുന്നില്ല. അലിഗഡ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞു, ഹിന്ദു സർവകലാശാലയെ കുറിച്ച് പറഞ്ഞു. എത്രയോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവസാനം എന്താണ് ഏറ്റവും ഒടുവിൽ നമ്മളുടെ നാട്ടില് പറഞ്ഞ ഒരൊറ്റ കാര്യം നിങ്ങൾ ഓർത്തു നോക്ക്. നൗഷാദിനെ കുറിച്ച് പറഞ്ഞു. എന്തിനാ നൗഷാദ്? നൗഷാദിന്റെ മതം അത് നൗഷാദുമായി ബന്ധപ്പെട്ടതാണ്. മറ്റാർക്ക്? നൗഷാദിന്റെ മതത്തില് അംഗമായതുകൊണ്ട് നൗഷാദ് സ്വർഗത്ത് പോകുമ്പോ കൂടെ കൂട്ടോ നിങ്ങളെ? ഇല്ലല്ലോ. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നൗഷാദിന്റെ മതം നൗഷാദിന് മാത്രമുള്ളതാണ്, അവന്റെ വാപ്പക്കും ഉമ്മക്കും പോലുള്ളതല്ല. നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. പട്ടിക്കും പൂച്ചക്കും അവരുടെ വിഷപ്പകറ്റി കൊടുത്ത സ്ത്രീക്ക്, അല്ലേ, ഒരു പട്ടിയുടെ ദാഹം മാറ്റിയ ദുർവൃത്തയായ സ്ത്രീക്ക് സ്വർഗത്തിൽ ഇടമുണ്ടെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പൂച്ചയെ പട്ടിണി കിട്ടുകൊന്ന സദ്വൃത്തയായ സ്ത്രീ നരകത്തിൽ പോകുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രണ്ടു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ആ ഓടയിലേക്ക് എടുത്തു ചാടിയ നൗഷാദ് സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അള്ളാഹു അങ്ങനെ ആക്കി കൊടുക്കുമാറാവട്ടെ. ഒരു കള്ളു കച്ചവടക്കാരനായ വെള്ളാപ്പള്ളിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട നൗഷാദിന്, ആവശ്യമില്ല. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. അവിടെ പ്രചരിപ്പിക്കുന്ന കള്ളത്തിന് ഒരു ലൈഫുണ്ട്. അത് കാണാതിരുന്നുകൂടാ. അതിന്റെ സാധ്യതകളെ കാണാതിരുന്നുകൂടാ. ക്ഷേത്രങ്ങളുടെ പണമെടുത്ത് ചെലവഴിക്കുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞപ്പോ മുസ്ലിങ്ങളെ വിശ്വസിച്ചില്ലേ? നിങ്ങൾ ഓർത്തു നോക്ക്. നമ്മൾ കരുതിയത് എന്താണ്? ഇവിടെ ശബരിമലയിൽ നിന്ന് വരുന്ന പണം, മറ്റു പണങ്ങൾ, ക്ഷേത്ര കമ്മിറ്റികളിൽ നിന്ന് വരുന്ന പണം, ആ പണം എടുത്തുപയോഗിക്കുന്നത് ഗവൺമെന്റ് ആണെന്ന് തെറ്റിദ്ധരിച്ച മുസ്ലിം സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു. ഞാൻ ഇന്ന് ട്രെയിനില് ഒരു ദിവസം വരുമ്പോ ഈ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം ഒരാൾ എന്നോട് പറഞ്ഞു, എന്തായാലും ഒരു വലിയ കാര്യമാണ് നിങ്ങൾ നിയമസഭയിൽ ചെയ്തത്. ഞാൻ വരെ, അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്, എനിക്ക് അത്ഭുതം തോന്നി. ട്രാൻസ്പോർട്ടിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറയാണ്, ഞാൻ കരുതിയത് ഈ പണം ഗവൺമെന്റ് ഉപയോഗിക്കുന്നു എന്നാണ്. വി ഡി സതീശനാണ് ആ സബ്മിഷൻ അവിടെ കൊണ്ടുവന്നത്. വി ഡി സതീശൻ ആ സബ്മിഷൻ നിയമസഭയുടെ അകത്ത് കൊണ്ടുവന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വർഗീയ വിഷബീജങ്ങളെ ചെറുക്കാൻ ഓരോരുത്തരും അവരുടെ ഇടങ്ങളിൽ നിന്ന് പെരുമാറണം, പ്രവർത്തിക്കണം. അതാണ് വേണ്ടത്. നമ്മൾ അതിൽ ആഘോഷിക്കുകയല്ല. ഇവിടെ വേറെ രസമുണ്ട്. വി ഡി സതീശൻ ഇത് കൊണ്ടുവന്ന്, വി ഡി സതീശൻ അത് നിയമസഭയിൽ കൊണ്ടുവന്ന് ഒരുപക്ഷെ വർഗീയവാദികളുടെ മുഖമൊങ്ങ് പൊളിക്കുമ്പോ നമ്മളെല്ലാവരും കൂടെ കേറി വി ഡി സതീശന്റെ പിന്നെ പോള് കയറിയിട്ട് ലൈക്കടിയാണ്. അല്ലാഹു അക്ബർ, അപ്പൊ സിന്ദാബാദൻ. നമ്മൾ ചെയ്യേണ്ട പണി എന്താണ്? വി ഡി സതീശനും ബൽറാമിനും KPCCയുടെ പ്രസിഡന്റിനും ലൈക്കടിക്കുകയല്ല. അവർ ചെയ്യുന്നത്, അവർ പ്രതിനിധീകരിക്കുന്ന സമുദായത്തിനകത്തിരുന്ന വർഗീയ മതത്തിനെതിരെ പൊരുതുകയാണെങ്കിൽ, നാം പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിനകത്ത് വരുന്ന അപകടകരമായ വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഉത്തരവാദിത്തം. അന്യന് പോയി ലൈക്കടിക്കല്ല, അവന് പോയി അല്ലാഹു അക്ബർ പറയല്ല. നമ്മൾ പിന്നെ അങ്ങനെയാണ് തുടങ്ങിയതാണ്. എന്നോട് സതീശൻ പറയാണ്, നിങ്ങൾ അനുകൂലിക്കാൻ പേടിയാണ്.
പിന്നെ ഫേസ്ബുക്ക് തുറക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവരവരുടെ ഇടങ്ങളിൽ നിന്ന് നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ എന്താണ്? അത് നിർവഹിക്കാൻ കഴിയണം. സമുദായത്തിന്റെ കൂടെ ചേർന്ന് നിൽക്കണം. സമുദായത്തിന്റെ പ്രശ്നങ്ങൾ. ഫാറൂഖ് കോളേജിന്റെ പ്രശ്നം വന്നല്ലോ. ഫാറൂഖ് കോളേജിന്റെ പ്രശ്നം വരുമ്പോ എന്തായിരുന്നു? ഒരു കാര്യമുണ്ട്, ചരിത്രത്തെ ആർക്കും അങ്ങനെ മറച്ചു വെക്കാനാവില്ല. അത് ഫാറൂഖ് കോളേജിന്റെ മാനേജ്മെന്റിന് മാത്രമല്ല, കേരളത്തിന്റെ തെരുവുകളിൽ കെട്ടിപ്പൊക്കിയ, മുസ്ലിം ലീഗിന്റെ പിൻബലത്തിൽ കെട്ടിപ്പൊക്കിയ സ്ഥാപനങ്ങളിൽ നെഞ്ചു വിരിച്ചിരിക്കുന്നവൻ അറിയണം അതിന്റെ അടിയിലുള്ള വിയർപ്പ്. പാവപ്പെട്ട 10,000-കണക്കിന് ആളുകൾ ഈ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കൊണ്ടുണ്ടാക്കിയതാണ്. പറയാറില്ല, ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവനാണ് തറവാട്ട് സ്വത്തിന്റെ ഭാഗമാണെന്ന ധാരണ. അങ്ങനെയാണ് ചിലരൊക്കെ. ഫാറൂഖ് കോളേജിന്റെ പ്രശ്നം വന്നു. ആ പ്രശ്നം വന്നപ്പോ അതിരൂക്ഷമായി നിയമസഭയുടെ അകത്ത് വെച്ച് ആ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റുമായുള്ള അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോ 100 കണക്കിന് വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഫാറൂഖ് കോളേജിന്റെ പ്രശ്നം വന്നപ്പോ ആ കോളേജിന്റെ ക്യാമ്പസിനകത്ത് കയറിയിട്ട് ഞങ്ങൾ പറഞ്ഞു, അത് വേറെ പ്രശ്നമാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പോക്കർ സാഹിബ് അദ്ദേഹത്തിന്റെ കാറ് വിറ്റ്, ലീഗിന്റെ കാറ് വിറ്റ് വാങ്ങിയ ഈ സ്ഥാപനത്തെ തൊടാൻ വന്നാൽ അത് ചെറുക്കാൻ മുസ്ലിം ലീഗിന്റെ ചുണക്കുട്ടികൾ ഇവിടെ ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ വേറെ തീർക്കും. അത് വേറെ കാര്യമാണ്. എന്താ വേണ്ടത് ചിലർക്ക്? ഫാറൂഖ് കോളേജിൽ ഇടകലർന്നിരിക്കണം. കുഴപ്പമില്ല, ബാക്കിയുള്ളടത്തൊക്കെ ഇരുന്നിട്ട്. എന്നോട് കേരളത്തിലെ ഒരു പ്രമുഖനായ എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തെ കല്യാണം കഴിക്കുന്നത് ഫാറൂഖ് കോളേജിൽ പഠിക്കുമ്പോ പ്രേമിച്ചിട്ടാണ്. അതിനൊക്കെയുള്ള സൗകര്യമല്ലേ കോളേജിൽ ചെയ്യാൻ പറ്റുള്ളൂ. കല്യാണം കൂടെ കഴിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ആ സൗകര്യമൊക്കെ ഫാറൂഖ് കോളേജിലുണ്ട്. ഞാൻ കോഴിക്കോട് മുസ്ലിം റഷീദുണ്ട് അന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എന്താ ഫാറൂഖ് കോളേജിനകത്ത് ആണും പെണ്ണും ഇടകലർന്നിരിക്കണമെന്ന് വാശി പിടിക്കുന്നവര് എന്തിനാ കേരളത്തിൽ വിമൻസ് കോളേജ് ഉണ്ടാക്കുന്നത്? വിമൻസ് കോളേജ് അത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്റെ നാട്ടിൽ, എന്റെ നിയോജക മണ്ഡലത്തിൽ 14 ഏക്കറിലാണ് വിമൻസ് കോളേജ് ഉള്ളത്. ആ വിമൻസ് കോളേജ് ആവട്ടെ, അത് ഉണ്ടാക്കിയത് VK കൃഷ്ണമേനോന്റെ പേരിലാണ്. ഞാൻ പറഞ്ഞു, VK കൃഷ്ണമേനോൻ പാവം കല്യാണം തന്നെ കഴിച്ചിട്ടില്ല, മൂപ്പരെ പേര് വിമൻസ് കോളേജ് വേണോ? പിറ്റേ ദിവസം മാധ്യമത്തിലെ വാർത്ത, VK കൃഷ്ണമേനോന്റെ പേരിൽ വിമൻസ് കോളേജ് പൊട്ടത്തരം ഷാജി എന്നാണ്. അവരിതിനായിട്ട് വരികയാണ്. ഇതിന്റെ ചോരെടുക്കാനായിട്ട് നല്ലതൊന്നും കൊടുക്കൂല. ഞാൻ ആ കുന്തം, മീഡിയ മണ്ണിന്റെ കുന്തം കണ്ടാൽ തന്നെ പറയൂ, കുഴപ്പമേ വരുള്ളൂ. പിന്നെ ഇന്നത്തെ കുട്ടികൾ പ്രസംഗമൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഇവന്റെ കള്ളത്തരം നടക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത്, ഫാറൂഖ് കോളേജിന്റെ വിഷയത്തിൽ ഞങ്ങൾ നിലപാടെടുത്തു. ഫാറൂഖ് കോളേജ് അങ്ങനെ അവിടെയുള്ള കോളേജിന്റെ മറ്റൊരു വശത്തുകൂടെ വന്നിട്ട് ആരൊക്കെ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്ന വൃത്തികെട്ടവന്മാരായ കുറെ ആളുകൾ അവർ വന്നിട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിൽ വലിയ ആക്ടിവിസ്റ്റുകളാണ്, ഭയങ്കര സംഭവമാണ്. സ്ത്രീകൾ ഇടതുകാലത്തിരിക്കണം, ലിംഗസമത്വം. എന്നോട് ചാനലിൽ നിന്ന് വിളിക്കുകയാണ് ഒരു ദിവസം. എന്നോട് ചോദിച്ചു, അല്ല ഫാറൂഖ് കോളേജിൽ അങ്ങനെ ഇരിക്കാന്ന് പറയുന്നത് ഭയങ്കര കുഴപ്പമാണോ? അപ്പൊ ഞാൻ പറഞ്ഞു, എവിടെയും ഇരിക്കുന്നത് കുഴപ്പമാണോ ഇല്ല എന്നുള്ളതല്ല, വേറെയുള്ള ഏത് കോളേജിലാണ് ഇതുള്ളത് നിങ്ങൾ കാണിക്ക്. അപ്പൊ പറഞ്ഞു, പുതിയ കാലമല്ലേ, അങ്ങനെയാണ്. ഞാൻ ചോദിച്ചു, ലോകത്തെവിടെയാണ്? ലോകത്തിലെ ഏത് രാജ്യത്ത് നിങ്ങൾ പോയാലും, എത്ര പുരോഗമന രാജ്യത്ത് പോയാലും അവിടെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് വേറെ വേറെ ബാത്റൂമാണ്. അതെന്തിനാ? അപ്പൊ അയാൾ എന്നോട് ചോദിക്കുകയാണ്, ആ പെണ്ണ ചാനലിൽ ഇരുന്നിട്ട് കോളേജിനെ കുറിച്ച് പറയുമ്പോഴാണോ നിങ്ങൾ ബാത്റൂമിനെ കുറിച്ച് പറയുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കോളേജിലെ അക്കാഡമിക്കൽ പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ട സിലബസ് അല്ലല്ലോ. നിങ്ങൾ ലിംഗത്തെ കുറിച്ചല്ലേ പറയുന്നത്? അത് ബാത്റൂമിലും കോളേജിലും ഒന്നാണ്. അത് സമത്വമാണെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ പാടേ. നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ലിംഗസമത്വത്തെ കുറിച്ചാണ്. അത് ബാത്റൂമിലുമാണ്, അത് കോളേജിലും ഒരുപോലെയാണ്. പിന്നെ എന്തിനാ ബാത്റൂം വേറെ? എന്തിനാ വേറെ? ഒരാൾക്കും കേരളത്തിലെ ഒരു രക്ഷിതാവും അംഗീകരിക്കാത്ത ഒരു പ്രശ്നം ഫാറൂഖ് കോളേജിന്റെ മുകളിൽ കൊണ്ടുവന്ന് ആക്ഷേപിച്ച്, എന്നിട്ട് അതിന്റെ മറവിൽ ഇവരൊക്കെ പിന്തിരിപ്പന്മാരാണ് എന്ന് പ്രചരിപ്പിക്കാൻ. പക്ഷേ അള്ളാഹുവിന്റെ സഹായമുണ്ടായി. ആ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നവൻ സമൂഹത്തിന്റെ മുമ്പിൽ മാറിപ്പോകുന്നത് ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ കാണുകയുണ്ടായി. അത് കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞില്ല, മദ്രസ വിവാദം. എന്താണ് അത് രസകരമായിരുന്നു. മദ്രസയാണ് അത്രേ മഹാകുഴപ്പം. മദ്രസക്കകത്താണത്രേ സകല പ്രശ്നങ്ങളും നടക്കുന്നത്. എവിടെയാ പ്രശ്നങ്ങൾ ഇല്ലാത്തത്? നിങ്ങൾ പറ. പ്രശ്നങ്ങളില്ലാത്തത് എവിടെയാണ്? ഇവിടെ അമ്പലത്തിലെ പൂജാരിമാർ പിടിക്കപ്പെടുന്നില്ലേ? പള്ളിയിലെ ചർച്ചുകളിലെ അവിടുത്തെ വൈദികന്മാർ പിടിക്കപ്പെടുന്നില്ലേ? മദ്രസയിലെ ഉസ്താദുമാർ പിടിക്കപ്പെടാറുണ്ട്.
പഠിപ്പിക്കുന്ന അവിടുത്തെ ആളുകൾ പിടിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് പള്ളികളും അമ്പലങ്ങളും മദ്രസകളും പൂട്ടണമെന്ന ആ പിടിക്കപ്പെടുന്നതിന് ഏതു മതമാണ് ന്യായീകരിക്കാറുള്ളത്? ഇല്ലല്ലോ. പിന്നെ മദ്രസയുടെ പ്രശ്നം കൊണ്ടുവരുന്നത് എപ്പോഴാണ്? ഫാറൂഖ് വിവാദം കത്തി നിൽക്കുമ്പോ. ഇത് കൊണ്ടുവന്നത് ആരാണ്? മാധ്യമത്തിലെ ഒരു എഴുത്തുകാരി. കൊള്ളാം. എന്താ കാരണം? ഞാൻ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാൻ എനിക്ക് കഴിയും. ഒരു പക്ഷേ ഒരു മതേതരവാദി എന്ന് പറയുന്നതിനെ ഒരു ലീഗുകാരൻ എന്നതിലേക്ക് സന്തോഷിക്കുന്നവനെ ഞാൻ. മറ്റൊരു മതത്തെ വേദനിപ്പിക്കരുതെന്ന്, മറ്റൊരു മതത്തെ ആക്ഷേപിക്കരുതെന്ന്, മറ്റു മതത്തിൽ എന്നല്ല ലോകത്തിലുള്ള സകല മനുഷ്യരും അവർ നിന്റെ സഹോദരന്മാരാണ്, അവനോട് മനുഷ്യഭാവേന പെരുമാറണം എന്ന സ്നേഹത്തിന്റെ വചനങ്ങൾ ഞാൻ പഠിക്കുന്നത് മദ്രസയുടെ ചുവരുകൾക്ക് അകത്തു നിന്നാണ്. നിങ്ങൾ പഠിക്കുന്നത് മദ്രസയുടെ ചുവരിനകത്തു നിന്നാണ്. മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കുന്നത്, സങ്കടങ്ങൾ കാണണമെന്ന് പഠിപ്പിക്കുന്നത്, മൂത്തവരെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കുന്നത്, കുട്ടികളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്നത്, അമ്മയെ ഇഷ്ടപ്പെടണമെന്ന് പഠിപ്പിക്കുന്നത്, അയൽക്കാരന്റെ വിശപ്പ് മാറ്റണമെന്ന് പഠിപ്പിക്കുന്നത്, തന്റെ സമ്പത്തിന്റെ വിഹിതം മറ്റുള്ളവന് ദാനം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നത് ഒക്കെയും മദ്രസയാണ്. കേരളത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ തകർക്കാൻ വന്നിട്ടുള്ള എല്ലാ ഭീകരവാദ തീവ്രവാദ സംഘടനകളും അവരൊക്കെയും തകർന്നു പോയത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രതിരോധമാണ്. ആ പ്രതിരോധം ഉണ്ടാകുന്നത് മദ്രസ എന്ന് പറയുന്ന കരുത്താണ്. കേരളത്തിൽ മുസ്ലിങ്ങളെ സ്വാധീനിക്കാൻ നേർക്കുനേരെ വന്നുകൂടാ. വരണമെങ്കിലോ പൊളിക്കേണ്ടത് മദ്രസയാണ്, പൊളിക്കേണ്ടത് മദ്രസയാണ്. അതുകൊണ്ട് ആ മദ്രസയെ പൊളിച്ചു കളയാമെന്ന് കരുതി ഗൂഢാലോചനയോടുകൂടി വന്നിട്ടുള്ള ഒരു രീതിയെ, ആ രീതിയാണ് തകർക്കാൻ ചിലർ ശ്രമിച്ചത്. അതിനെ എതിർക്കാൻ വന്നപ്പോ വലിയ വിവാദം, വലിയ പ്രശ്നങ്ങള്. മദ്രസയെ ന്യായീകരിക്കേണ്ട ബാധ്യതയില്ലേ? മദ്രസകൾ കേരളക്കരയിൽ എത്ര പാപങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ ഏതോ ഒന്നോ രണ്ടോ ആളുകൾ ചെയ്തു കൂട്ടിയ തോന്നിവാസത്തിന്റെ പേരിൽ എത്ര പാവങ്ങൾ അവന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച് ഒരു ലാഭേച്ഛയുമില്ലാതെ എത്രയാ നിങ്ങൾ മദ്രസയിൽ ശമ്പളം കൊടുക്കാറ്? പള്ളി കമ്മിറ്റിക്ക് നടത്തുന്ന ആളുകളിൽ ഇതിനകത്ത് വേദിയിലും താഴെയൊക്കെ എത്രയാ ശമ്പളം കൊടുക്കാറ്? എത്രയാ അവർ വാങ്ങാറ്? ചെറിയ പൈസക്ക് അവർക്ക് ജീവിച്ചു പോകാനുള്ള ഒരു ചെറിയ കാര്യം. അതിനപ്പുറം പരലോക മോക്ഷം മാത്രം കാക്ഷിക്കുന്ന 10,000-കണക്കിന് ത്യാഗിവര്യന്മാരായ ആളുകൾ, സൂഫിവര്യന്മാർ. ആ പാവങ്ങളുടെ ജീവിതമാണ് മദ്രസ. അവരുടെ സ്പന്ദനമാണ് മദ്രസ. അവർ പഠിപ്പിച്ച നമ്മുടെ മക്കളാണ് ഇത്രയെങ്കിലും മര്യാദയോടെ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു സമൂഹം. അവരെ മുഴുവൻ ആക്ഷേപിച്ച്, അവരെ മുഴുവൻ കൊള്ളരുതാത്തവരായി ചിത്രീകരിച്ച് അവരാണ് രാജ്യത്തിലെ മഹാകുഴപ്പക്കാർ എന്ന് ചിത്രീകരിക്കാൻ വരുമ്പോ അതിനെ പ്രതിരോധിക്കാൻ ബാധ്യതയുണ്ട്. എന്നെ വിളിച്ചിട്ട് ഒരാൾ പറയാണ്, നിങ്ങൾ ഏതർത്ഥത്തിലാണ് അതിനെ ന്യായീകരിക്കാൻ? നിങ്ങൾ പുരോഗമനവാദിയാണ് എന്ന് നമ്മൾ വിചാരിച്ചു എന്നാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. മുസ്ലിങ്ങൾ പുരോഗമനവാദിയാണ്. അങ്ങനെയോ കൊന്ന പള്ളി കയറരുത്, നിസ്കരിക്കരുത്, ഇസ്ലാമിലെ എല്ലാം തള്ളി ഓ പുരോഗമനവാദി. ആചാര്യ സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനും ഒരാവശ്യമില്ല. സമുദായത്തിന്റെ പ്രശ്നങ്ങളെ അഭിമാനത്തോടെ, ഞാനൊരു മുസ്ലിമാണ്, ഇവിടെ പലരും മുസ്ലിം സമുദായത്തിന് വേണ്ടി വെട്ടാനും കുത്താനും വരുന്നവൻ മറ്റുള്ളവന്റെ മുമ്പില് മുസ്ലിം എന്ന പേര് പോലും ചേർത്തു വെക്കാൻ മടിക്കുമ്പോ, വെള്ളാപ്പള്ളി വിഷമൊടിച്ചു കേരളം മുഴുവൻ തെണ്ടി നടക്കുമ്പോഴും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന അഭിമാനത്തോടെ പറഞ്ഞു തന്നെയാണ് മതേതര ചേരിക്ക് ഞങ്ങൾ ശക്തി കൊടുക്കുക. അതിന് മടിയൊന്നുമില്ല. അതിന് ജീവിതം ഒഴിച്ചു വെക്കേണ്ടി വന്നാലും അതിന്റെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കാൻ കഴിയണം. അതാണ് പ്രധാനം. ദളിത്തുകളുണ്ട്, വെള്ളാപ്പള്ളി നോക്കില്ല. നമ്മുടെ നാട്ടിൽ, ഞാൻ വയനാട്ടുകാരനാണ്, എനിക്കറിയാം. എന്റെ നാട്ടില് ഞാൻ നിയമസഭയിൽ ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി ആദ്യത്തെ പ്രതിജ്ഞ കഴിഞ്ഞ സഭയിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞത്, എന്റെ നാട്ടിൽ ഞാൻ ജീവിച്ചു വരുന്ന കാലം മുതൽ കണ്ട കാഴ്ചയാണ്. ആദിവാസികൾ, അവർക്ക് സംവരണമുണ്ട്. എന്റെ വീടിന്റെ ഒരു ഭാഗത്ത് പണിയർ വിഭാഗമാണ്, മറുഭാഗത്ത് കുറിച്യർ വിഭാഗം, കുറുമ വിഭാഗം, അങ്ങനെയൊക്കെയാണ്. ഈ പണിയർ വിഭാഗത്തിൽ, കുറിച്യർ വിഭാഗത്തിൽ, കുറുമ വിഭാഗത്തില് ഗ്രാജുവേഷൻ കഴിയാത്ത ഒരു കുട്ടിയെ നിങ്ങൾക്ക് കാണാനാവില്ല. എല്ലാവരും പഠിച്ചു, ജോലി, സ്കൂളിന്റെ പടി കയറിയിട്ടില്ല. പണിയർ സമുദായം ഇപ്പോഴും നമ്മുടെ സഹോദരന്മാരാണ്. അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ വെള്ളാപ്പള്ളിക്ക് താല്പര്യമുണ്ടാവില്ല. ഏറ്റെടുക്കണം, സ്നേഹമുള്ളവരെ, ഏറ്റെടുക്കണം. അതിന് അവരെ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ചുറ്റും ഞാൻ പറയാറുണ്ട്, CH സെന്റർ നടത്തുന്നില്ലേ മെഡിക്കൽ കോളേജിൽ? ഇപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ
മതസൗഹാർദ്ദത്തിന്റെ സ്ഥലം ഏതാണെന്നറിയോ നിങ്ങള്? മെഡിക്കൽ കോളേജാണ്. അവിടെ ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, ക്രിസ്ത്യാനില്ല, വേദന മാത്രം, സങ്കടം മാത്രം. ലോകത്തിലെ ഏറ്റവും വലിയ മതസൗഹാർദ്ദം എവിടെയാണ്? സങ്കടത്തിന് മതമില്ല, വിഷമങ്ങൾക്ക് മതമില്ല, പ്രയാസങ്ങൾക്ക് മതമില്ല. ആ സങ്കടങ്ങളെ ഏറ്റെടുക്കാൻ കഴിയണം നമുക്ക്. നിങ്ങൾ ചെന്നൈയില് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ കൂടെ, ഹൈദരലി തങ്ങളുടെ കൂടെ, അഭിവന്ദനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കൂടെ ഞാനും ചെന്നൈയിൽ പോയിരുന്നു. നിയമസഭ നടക്കുമ്പോൾ അവിടെ ചെന്നപ്പോ കണ്ട കാഴ്ചകളുണ്ട്. ഒരു പട്ടാളക്കാരന്റെ അനുഭവം വാട്സാപ്പിലൊക്കെ വന്നു. ഞാനത് ആ സ്ഥലത്ത് പോയി കാണാൻ. ഒരു പട്ടാളക്കാരൻ പറഞ്ഞു, ഭക്ഷണം കൊടുക്കാൻ എല്ലാവർക്കും രാവിലെ ഭക്ഷണമില്ല, അതുകൊണ്ട് രാവിലെ കുട്ടികൾക്ക് മാത്രം റൊട്ടി. ഇങ്ങനെ ക്യൂ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം 2 കുട്ടികൾ ബാക്കിയായി, ഒരു റൊട്ടിയെ ബാക്കിയുള്ളൂ. പട്ടാളക്കാരന് വല്ലാത്ത വിഷമായി. മുമ്പിൽ നിൽക്കുന്ന കുട്ടി അയാൾക്കറിയാം, തലേ ദിവസം രാത്രിയിൽ അവൻ നിർത്താതെ കരയുന്നത് ഇയാൾ കണ്ടിട്ടുണ്ട്, വിശന്നിട്ട്. അയാൾ അവനോട് പറഞ്ഞു, മോനെ, ഈ റൊട്ടി എടുത്തിട്ട് മുറിച്ചിട്ട് പകുതി ബാക്കിലുള്ളവന് കൊടുക്ക. ആ കുട്ടി പറഞ്ഞു, സാർ, ഞാൻ ഈ ചേരിയിലാണ് വളർന്നത്, ഇവൻ ഈ ഫ്ലാറ്റിലാണ്, അവന് വിശപ്പ് സഹിക്കാനാവില്ല, എനിക്ക് കഴിയും സാർ. അവൻ കൊടുത്തു. ആ കുട്ടി റൊട്ടി വാങ്ങി ആർത്തിയോടെ തിന്നുകയല്ല, അതിന്റെ പകുതി മുറിച്ച് തന്റെ മുമ്പിൽ നിൽക്കുന്ന തന്റെ കൂട്ടുകാരന് കൊടുക്കുകയാണ്. മനസ്സിനകത്ത് കാരുണ്യമുണ്ട് നമുക്കൊക്കെ. അതൊരു വെള്ളപ്പൊക്കം വരുന്നവരെ കാത്തിരിക്കരുത്, ഒരു ദുരന്തം വരുന്നത് വരെ അത് പുറത്തെടുക്കാൻ കാത്തിരിക്കരുത്. എനിക്ക് ട്വീറ്റ് ചെയ്ത ഒരു ചെറുപ്പക്കാരന്റെ വാർത്ത ഞാൻ വാട്സാപ്പിൽ വിട്ടിരുന്നു. എന്നോട് പറഞ്ഞു ഒരു സുഹൃത്ത്, സാർ, എനിക്ക് എന്റെ മണ്ഡലത്തിലുള്ള ആളാണ്, 2.5 ലക്ഷം രൂപയാണ് സാലറി, IBM-ലാണ്. ഞാൻ എന്റെ കുടുംബത്തെ കഴിഞ്ഞ മാസം കൊണ്ടുവന്നു. നല്ല ഫർണിഷ്ഡ് ഫ്ലാറ്റാണ്, സുഖമാണ് സാർ. പക്ഷെ എനിക്കിപ്പോ വേണ്ടത് ഒരു ബോട്ടിൽ വെള്ളമാണ്. പ്രിയദർശന്റെ 1 മിനിറ്റ് നേരം നിൽക്കുന്ന ഒരു പരസ്യ ചിത്രത്തിന് കോടികളാണ് വില. ഒരു ബോട്ടിൽ വെള്ളത്തിനു വേണ്ടി പ്രിയദർശൻ കാത്തിരിക്കുന്നത് കണ്ടതാ. ഔഷധങ്ങളൊക്കെ മാറും. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മഴ മതി. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ ദുരന്തങ്ങളെ തൊട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചെന്നൈയിൽ പോയിട്ട്? മനുഷ്യന്റെ കണ്ണിന്റെ മുമ്പിൽ വരും ഇതൊക്കെ, ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളുടെ മുമ്പിൽ. ഞാൻ എന്റെ മണ്ഡലത്തില് ഒരു ദിവസം രാവിലെ എന്നോട് പറഞ്ഞു കുറച്ചാൾ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്നോട് പറഞ്ഞു, കുറച്ച് കുട്ടികൾ ഇവിടെ താമസിക്കുന്നുണ്ട്, അച്ഛനില്ല, അമ്മല്ല, നാടറിയില്ല. യതീം കുട്ടികൾക്ക് ആരെങ്കിലും യതീംഖാനയിൽ കൊണ്ടുപോയി ചേർക്കാനെങ്കിലും ഉണ്ടാവുമല്ലോ, അവർക്ക് ആരുമില്ല. തെരുവിൽ നിന്ന് പെറുക്കി കൊണ്ടുവന്നതാണ്. സാർ, ഒന്ന് വരണം. ഞാൻ അന്ന് എനിക്കൊരു മതസംഘടനയുടെ പരിപാടി ഉണ്ടായിരുന്നു കണ്ണൂരിൽ. അതിന് പോകുന്നതിന് മുമ്പ് ഞാൻ ചാലാട്ടുള്ള ഈ സ്ഥലത്ത് പോയി. എൻ്റെ കണ്ണു നിറഞ്ഞു പോയി. അവർക്ക് കിടക്കാൻ കയറു കെട്ടിയ കട്ടിലുണ്ട്, നിലത്തു വെക്കാൻ, പുസ്തകം വെക്കാൻ ഒരു സ്ഥലമില്ലാഞ്ഞിട്ട് കല്ലുകൾ, ഇഷ്ടികകൾ പെറുക്കി വെച്ച് അതിന് മുകളിൽ പുസ്തകം, ഒരു ഹാങ്കർ ഇല്ല. എനിക്ക് വല്ലാത്ത സങ്കടമായി. ഒരു കൊച്ചുകുട്ടി, ഒരു 7 വയസ്സ്, രാത്രിയിൽ നിലത്ത് കിടന്നുറങ്ങുമ്പോ എന്തോ വന്ന് കടിച്ചിട്ട് ഇവിടെ ഒരു വട്ടച്ചൊറി പോലെ പഴുത്തൊഴിക്കുകയാണ്. ഞാൻ നേരെ ചെല്ലുന്നത് കണ്ണൂരില് ഒരു മതസംഘടനയുടെ പരിപാടിക്കാണ്. ചെന്നപ്പോ ഒരു 1-2 ലക്ഷം ഉറുപ്പിക മുടക്കിയുള്ള സ്റ്റേജ്, വലിയ പന്തൽ. ബോറടിക്കുന്നവനൊക്കെ ചായ കുടിക്കാൻ അപ്പുറത്ത് നിർത്തി വെച്ചിരിക്കും. ചായ എങ്ങനെ, ബിസ്ക്കറ്റും ചായ എങ്ങനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഈത്തപ്പഴം, പല ഫ്രൂട്ട്സും ഒക്കെ. എനിക്ക് തൊടാൻ തോന്നിയില്ല. എനിക്ക് വല്ലാത്ത ഡിപ്രഷൻ ഉണ്ടായിരുന്നു. പ്രസംഗം തുടങ്ങുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഈ മൈക്ക് ഒന്ന് തിരിച്ചു പിടിക്കുക, ആ കുട്ടികൾക്ക് കേൾക്കാം നിങ്ങളുടെ ശബ്ദം. നിങ്ങൾ ഈ പറയുന്ന എന്തെങ്കിലും ഒന്ന് ആ കുട്ടികൾക്ക് മനസ്സിലാവോ? വിശക്കുന്നവന്റെ മുമ്പിൽ പോയിട്ട് ദഴവത്ത് പറയണോ അവന്റെ വിശപ്പ് മാറ്റണോ? അവന് ഭക്ഷണം കൊടുക്കണം ആദ്യം. പറഞ്ഞു തേച്ചു മിനുക്കി കഴുകിയിട്ട് വെളുക്കാൻ ഇനി എവിടെയുള്ളത് കേരളത്തിലെ മുസ്ലിങ്ങള്? എല്ലാവരും നന്നാക്കാം മുസ്ലിങ്ങളെ. കാസറ്റ്, CD, മതപ്രഭാഷണം അല്ലേ? കഴുകി എന്നിട്ട് ഒരുത്തം കഴുകി ക്ഷീണിക്കുമ്പോ ഓൻ പിന്നെ ഗ്രൂപ്പായി തിരിഞ്ഞ് പിരിയുകയാണ്. ഇതാരാ അഡ്രസ് ചെയ്യുക ഈ പ്രശ്നങ്ങള്?
അൽഷിമേഴ്സ് ബാധിച്ച ഒരാൾ എൻ്റെ കോട്ടേജിൽ എൻ്റെ കൂടെ എൻ്റെ തൊട്ടടുത്ത് എൻ്റെ വില്ലയുടെ തൊട്ടടുത്തുണ്ടായിരുന്നു. ആ അമ്മയുടെ സങ്കടം കണ്ടിട്ട് പത്രത്തിൽ പരസ്യം കൊടുത്തു. ഒരു ഓർഗനൈസേഷൻ 100 കണക്കിന് അപേക്ഷയാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രം വന്നത്. ആരാ ഇവർ അഡ്രസ് ചെയ്യുക? ഒരു രോഗവും വരില്ല അൽഷിമേഴ്സ് പോലെ. നിങ്ങൾ പോയി കണ്ടാൽ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഈ മാരകമായ രോഗങ്ങളെ തൊട്ട് സങ്കടം തോന്നിയിട്ടുണ്ട് എനിക്ക്. സ്വന്തം വീട്ടിനകത്ത് അച്ഛനെ, അമ്മയെ, ഭാര്യയെ, മക്കളെ പൂട്ടിയിട്ട് വീട്ടിനകത്ത് ഒരു കട്ടില് പോലും വെക്കാതെ പുറത്തിറങ്ങി നിൽക്കുന്ന ആളുകൾ നിങ്ങൾ ഭ്രാന്ത് പോലും ആവില്ല, അത്ര ഭീകരം. കണ്ടു നോക്കണം. അൽഷിമേഴ്സ് വർദ്ധിക്കുകയാണ്. ആരാ അവർ അഡ്രസ് ചെയ്യുക? ഞാൻ ഈ കൊച്ചുകുട്ടികൾക്ക് കഴിഞ്ഞ ഓണത്തിന് ഡ്രസ് എടുക്കാൻ അവിടെ ഒരു മാളിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. മാളിലേക്ക് കൊണ്ടുപോകുമ്പോ ഞാൻ പറഞ്ഞു, വാട്സാപ്പിൽ ഞാൻ രാവിലെ ഇട്ടു, ഇവർക്ക് ഡ്രസ് എടുത്ത് കൊടുക്കാൻ കുട്ടികൾ വരണം. കുറെ കുട്ടികളും വന്നു. നമ്മൾ കുട്ടികൾക്ക് ഡ്രസ് വാങ്ങിക്കൊടുക്കും എത്തിക്കാനേ. എപ്പോഴെങ്കിലും അവരുടെ ചോയ്സ് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ വീട്ടിലേക്ക് നിങ്ങളുടെ മക്കൾക്ക് 4 ഡ്രസ്സുമായിട്ട് പോ. ഗൾഫുകാർ പഴയ പോലെ ഡ്രസ്സ് കൊണ്ടാറുണ്ടോ? കാരണം കുട്ടി വലിച്ച കയറിയും. അവനെ കൊണ്ടുപോയി അവൻ സൈസ് നോക്കിയെടുക്കും. ഏതാ ജീൻസ്, ടൈറ്റ് വേണോ അല്ലെങ്കിൽ ഗ്രേ വേണോ, കീറിയത് വേണോ, അവൻ തീരുമാനിക്കും. അവൻ ചോയ്സ് ഉണ്ട്. എത്തിങ്ങാണെങ്കിൽ ഒരു കുട്ടിക്ക് ചോയ്സ് ഉണ്ടാവും. ഞാൻ വിചാരിച്ചു ഇവൻ വരട്ടെ, ഈ കുട്ടികൾ വരട്ടെ. ഞാൻ ആ കുട്ടികളെയും കൊണ്ടുപോയി. അവർക്ക് എസ്കലേറ്ററിൽ കയറാൻ വയ്യ, ആദ്യമായിട്ട് കാണുകയാണ്. ഞാനെല്ലാം കൂടെ പിടിച്ചു വലിച്ച് അവരെ മാക്സിൽ കൊണ്ടുപോയി. 10-40 കുട്ടികൾ ഡ്രസ്സ് മാറുകയാണ്. റൂമില്ല. ചെറിയ കുട്ടികളോട് ഞാൻ പുറത്തുനിന്ന് പറഞ്ഞു, ഒന്ന് മാറ്റി ഇട്ട് നോക്ക്. ഒരു കുട്ടിയുടെ പാൻസ് ഞാൻ അഴിക്കാൻ കുറെ നോക്കി, അവർ സമ്മതിക്കണില്ല. അവസാനം ഞാൻ വലിച്ചഴിച്ചപ്പോ ആ കുട്ടിക്ക് ഇന്നർ വെയർ ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ചു, മോനെ അതുകൊണ്ടാണോ മടിച്ചത്? എന്നിട്ടില്ലേ? അവൻ പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഇട്ടിട്ടില്ല. ജീവിതത്തിൽ ഇന്ന് വരെ ആരും വാങ്ങിക്കൊടുത്തിട്ടില്ല. നമ്മുടെ ചുറ്റുമുണ്ടവര്. നിങ്ങൾ അഡ്രസ് ചെയ്യേണ്ടത് സമൂഹത്തിൽ. അവൻ എന്തു ആവട്ടെ, അവൻ ക്രിസ്ത്യാനി ആവട്ടെ, അവൻ ആരും ആവട്ടെ, അത് സങ്കടമാണ്. അത് സങ്കടമാണ്. രാജ്യത്ത് എന്തു വർഗീയ ധ്രുവീകരണം വരട്ടെ, ഏത് വെള്ളാപ്പള്ളിയും എന്ത് വൃത്തികേടും പറയട്ടെ, ഏത് വിഷകലയും അവരുടെ സകല വിഷവും പുറത്തെടുക്കട്ടെ. പക്ഷെ നിങ്ങളുടെ മനസ്സിലെ കാരുണ്യം പറ്റരുത്, നിങ്ങളുടെ ഹൃദയത്തിലെ നന്മ പറ്റരുത്. അവരോട് കയറിയിട്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും കയറിയിട്ട് തെറി പറയാനല്ല. മാന്യതയുടെ നിറകുടമായ CH നമ്മളെ പഠിപ്പിച്ചത് മാന്യമായി സംസാരിക്കാനാണ്. മാന്യമായി സംസാരിക്കാൻ. ഡോക്ടർ APJ എന്തൊരു നല്ല മനുഷ്യനായിരുന്നു. സ്നേഹമുള്ളവരെ, APJ അദ്ദേഹത്തിന്റെ അവസാന പരിപാടി ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? APJ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് പരിപാടിന്റെ സ്ഥലത്തേക്ക് പോവാണ്. അപ്പോഴാണ് APJയുടെ മുമ്പില് വാഹനത്തിൽ ജീപ്പിൽ ഒരാൾ ഇങ്ങനെ ഇരിക്കണം. ഒരു പട്ടാളക്കാർ, ഒരു പോലീസ് ഓഫീസർ ഉരുക്ക് പോലെ നിൽക്കുകയാണ്. APJ പറഞ്ഞു അയാളുടെ സെക്രട്ടറിയോട് ഒന്ന് ഇരിക്കാൻ പറയാം, അയാളോട് അങ്ങനെ നിൽക്കല്ല. APJയുടെ സെക്രട്ടറി പറഞ്ഞു, സർ അത് പ്രോട്ടോകോളാണ്. സ്റ്റേജിലെത്തി, സ്വാഗതം, അധ്യക്ഷൻ, പരിപാടി ഇങ്ങനെ നീണ്ടുപോവാൻ. അപ്പോഴും ഇയാൾ കാട്ടുപിടിക്കാത്ത പോലെ, ഒരു കല്ല് പോലെ ഇയാൾ ഇങ്ങനെ നിൽക്കുകയാണ്. APJ പറഞ്ഞു, പാപം മനുഷ്യനോടൊന്ന് ഇരിക്കാൻ പറ, അത്ര നേരായി ശ്വാസം പോലും വിട്ടിട്ടില്ല. മമ്മൂട്ടി പെട്ട തള്ള കണ്ട സഹിക്കില്ല, പാവം. അയാൾ പറഞ്ഞു, സർ പറ്റില്ല, പ്രോട്ടോകോളാണ്. APJ പറഞ്ഞു, എന്തായാലും നടക്കണില്ല, അയാളോട് ഉച്ചക്ക് എന്റെ കൂടെ ലഞ്ചിന് വരാൻ പറയണം. APJയുടെ കൂടെ, ലോകം ആദരിക്കുന്ന ഒരു മനുഷ്യന്റെ കൂടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഉച്ചഭക്ഷണം. കണ്ണു നിറഞ്ഞു പോയ ആൾക്ക് ഒന്നും തിന്നാൻ കഴിഞ്ഞില്ല. പോകാൻ നേരം APJ കൈപിടിച്ച് കുലുക്കിയിട്ട് പറയാണ് ഒരു നിസ്സാരനായ പോലീസ് ഓഫീസറോട്, എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ നീ. അയാള് വിറച്ചു പറഞ്ഞു, സർ നിങ്ങൾക്ക് വേണ്ടി എത്ര ബുദ്ധിമുട്ടാനും എനിക്ക് പ്രയാസമില്ല. പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ സ്ഥലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അതേതാണെന്നറിയോ നിങ്ങൾ? കഅബയാണ്, മക്കയാണ്. കഅബ നിലകൊള്ളുന്ന മക്ക, ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ സ്ഥലം അതാണ്. ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ ദിവസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, അത് ദുൽഹജ്ജ് 10 ആണ്. അതുപോലെ പവിത്രമായ മറ്റൊന്ന് എന്താ നിങ്ങൾക്കറിയോ? സഹാബത്ത് പറഞ്ഞു, ഇല്ല പ്രവാചകരെ, അത് മറ്റുള്ളവന്റെ അഭിമാനമാണ്. മറ്റുള്ളവന്റെ അഭിമാനം. ഇന്ന് വർഗീയത പ്രചരിക്കുന്നത് തെരുവിൽ മാത്രമല്ല, ഈ പുതിയ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ആണ്. ഒരുത്തൻ എന്തെങ്കിലും പറയുമ്പോ അവനെ കയറി പൊങ്കാലിടാൻ പോണില്ലേ?
അതാണല്ലോ പുതിയ ലാംഗ്വേജ്, കൊങ്കാല. അവന്റെ തന്തക്കും തള്ളക്കും കയറി പറയുമ്പോ അതുപോലെ അഭിമാനമുണ്ട് നിനക്കും. അഭിമാനം ഉയർത്തിപ്പിടിച്ച് ജീവിക്കുക. സമുദായത്തിന് നേട്ടങ്ങളുടെ കൊട്ടാരങ്ങൾ തികച്ചുണ്ടാക്കുമ്പോഴും സമുദായത്തിന്റെ അഭിമാനം പണയപ്പെടുത്തിയിട്ടില്ല. അഭിമാനമുള്ളവനാവുക, ഇസ്സത്തുണ്ടാവുക. വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദാ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഞാൻ ആവർത്തിക്കുകയാണ്, ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ അഭിമാനമുണ്ടാകുന്ന, അന്തസ്സുണ്ടാകുന്ന, ആഭിജാത്യമുണ്ടാകുന്ന, ലിവിംഗ് ബൈ എക്സാമ്പിൾ, ജീവിച്ചു കാണിച്ചു കൊടുക്കുക. അങ്ങനെ അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു ലോകമാവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ശ്രമം